അടുത്ത വർഷമാകുമ്പോൾ ഞങ്ങളുടെ വീട് പണി കഴിയും, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങളുടെ എക്സാം തീരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പൊരു പ്രവൃത്തി പൂർത്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് കഴിയുമെന്ന് പറയുമ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞിരിക്കും. ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് ഒരു പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിൽ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. അതായത് വിൽ ഹാവ് വെച്ചിട്ട്, അതായത് ഓരോ വെർബുകളുടെയും ഫോംസ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇപ്പം ഞാൻ പറയാണ്, അവൾ വരുന്നതിന് മുമ്പ് ലണ്ടനിലേക്ക് പോയിരിക്കും. അവൾ വരുന്നതിന് മുമ്പ് ലണ്ടനിലേക്ക് പോയിരിക്കും. അപ്പോൾ നമുക്ക് അവൻ പോയിരിക്കുമെന്നുള്ളതിന് ഹി വിൽ ഹാവ് ഗോൺ ടു ലണ്ടൻ എന്നാക്കാം. ഹി വിൽ ഹാവ് ഗോൺ ടു ലണ്ടൻ. അവൾ വരുന്നതിന് മുമ്പ് ബിഫോർ ഷീ അറൈവ്സ്. ബിഫോർ ഷീ അറൈവ്സ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു പാർട്ടായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയുള്ള പാർട്ടുകളായിട്ട്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പേഴ്സണലായുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. കാരണം വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് അവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത്, ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും അവസാനം എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് കൂടെ ചെയ്താൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ അവൾ വരുന്നതിന് മുമ്പ് അവൻ ലണ്ടനിലേക്ക് പോയിരിക്കും. അപ്പം ഹി വിൽ ഹാവ് ഗോൺ ടു ലണ്ടൻ ബിഫോർ ഷീ അറൈവ്സ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് ഡിഫറെൻറ്റ് സെൻറ്റൻസിലേക്ക് ആദ്യം നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. ഓക്കെ, അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കും. അങ്ങനെയാണെങ്കിലോ, ഞാൻ എഴുതിയിരിക്കും എന്ന് പറയാൻ ഐ വിൽ ഹാവ് റിട്ടൺ ദ ലെറ്റർ. അവൻ വരുന്നതിന് മുമ്പെന്നാണെങ്കിലോ ബിഫോർ ഹീ കംസ്. അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കും. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കില്ല എന്നാണെങ്കിൽ എന്താവും? അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഐ വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ വോണ്ട് ഹാവ് റിട്ടൺ എന്നായി മാറും. അപ്പം ഐ വിൽ നോട്ട് ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ അല്ലെങ്കിൽ ഐ വോണ്ട് ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. മനസ്സിലായോ? അവിടെ നമുക്ക് വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബിനോടൊപ്പം നോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. എന്നാൽ അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കുമോ എന്നാണെങ്കിലോ, അവിടെ ഞാൻ തന്നെ വെച്ച് ഞാൻ പറയുകയാണ്, നീ എഴുതിയിരിക്കുമോ എന്നാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വില്ലിനെ എടുത്ത് മുന്നിൽ വെക്കുക. വിൽ ഐ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. അവൻ വരുന്നതിന് മുമ്പായിട്ട് ഞാനിത് എഴുതി തീർക്കോ? അറിയില്ല. എന്നാൽ അവൻ വരുന്നതിന് മുമ്പായി ഞാനിത് എഴുതി തീർത്തിരിക്കില്ലേ എന്നാണെങ്കിലോ, വിൽ നോട്ട് അല്ലെങ്കിൽ വില്ലിൻ്റെ നോട്ട് ഫോമായ വോണ്ട്, വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് അത് എഴുതുക. വോണ്ട് ഐ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 4 ടൈപ്പിൽ നമ്മൾ സെൻറ്റൻസ് ആക്കി. അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഐ വിൽ ഹാവ് കംപ്ലീറ്റ് അല്ലെങ്കിൽ റൈറ്റ് ദിസ് ലെറ്റർ, ഐ വിൽ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ലെറ്റർ എഴുതിയിരിക്കില്ല. ഐ വിൽ നോട്ട് ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കുമോ? വിൽ ഐ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. അവൻ വരുന്നതിന് മുമ്പായി ഞാൻ ഈ ലെറ്റർ എഴുതിയിരിക്കില്ലേ? വിലിൻ്റെ അല്ലെങ്കിൽ വോണ്ട് ഐ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ ബിഫോർ ഹി കംസ്. അപ്പം ഡിഫറെൻ്റായിട്ട് ഇപ്പം ഇവിടെ നമുക്ക് നീ എങ്ങനെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ആ വിൽ ഹാവിന് തൊട്ട് മുൻപായിട്ട് ഹൗ ആഡ് ചെയ്ത് ഹൗ വിൽ ഹാവ് റിട്ടൺ ദിസ് ലെറ്റർ എന്നാക്കും. അപ്പം നീ എഴുതിയിരിക്കുമോ എന്നാണെങ്കിൽ ഹൗ വിൽ ഹാവ് യു റിട്ടൺ ദിസ് ലെറ്റർ എന്നാക്കും. അവർ എഴുതിയിരിക്കുമോ എന്നാണെങ്കിൽ ഹൗ വിൽ ഹാവ് ദേ റിട്ടൺ ദിസ് ലെറ്റർ എന്നാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെയും ഓരോ ക്വസ്റ്റ്യൻ വേർഡിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ക്ലാസ്സുകൾ, അതായത് ഈ ഒരു സെൻറ്റൻസ് മേക്കിംഗ്, ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യമാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാൽ, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത എക്സർസൈസ് നോക്കൂ. ആ സമയത്തിന് മുമ്പായി ഞാൻ ഈ ജോലി പൂർത്തിയാക്കിയിരിക്കും.
ആ സമയത്തിന് മുമ്പായി ഞാൻ ഈ ജോലി പൂർത്തിയാക്കിയിരിക്കും. അപ്പോൾ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് വർക്ക്. ഞാൻ ജോലി പൂർത്തിയാക്കിയിരിക്കുമായി ബൈ ദാറ്റ് ടൈം. ആ സമയം എന്ന് പറയുമ്പോൾ ഏതൊരു സമയമാണ്, ആ സമയത്തിന് തൊട്ട് മുമ്പ്. ഓക്കെ, ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് വർക്ക് ബൈ ദാറ്റ് ടൈം. ഓക്കെ, എന്നാൽ ഞാൻ ആ സമയത്തിന് മുമ്പായി ഞാൻ ആ പണം അടച്ചിരിക്കും. ഐ വിൽ പേ, ഞാൻ ആ ബില്ല് പേ ചെയ്തിരിക്കും. ഐ വിൽ പേ ഹാവ് പെയ്ഡ് ദ ബിൽ ബൈ ദാറ്റ് ടൈം. ഓക്കെ, ഐ വിൽ ഹാവ് പെയ്ഡ് ദ ബിൽ ബൈ ദാറ്റ് ടൈം. ഓക്കെ, ഇരുട്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കും. ഇരുട്ടാകുന്നതിന് മുമ്പ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുവാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. വി വിൽ ഹാവ് റീച്ച്ഡ് ഹോം. എപ്പോഴാണ്? ബിഫോർ ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാകുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഡാർക്ക്. അപ്പം ഒന്നാലോചിച്ച് നോക്കൂ, അത് മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ. വി വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബിഫോർ ഗെറ്റിംഗ് ഡാർക്ക്. മുമ്പേ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത മാസം ആകുമ്പോഴേക്കും ഞാൻ ആ പൈസ തിരികെ കൊടുത്തിരിക്കും. അടുത്ത മാസം ആകുമ്പോഴേക്കും. അടുത്ത മാസം ആകുമ്പോഴേക്കും എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബൈ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ആകുമ്പോഴേക്കും അതൊരു യൂസാണ്, ബൈ നെക്സ്റ്റ് മന്ത്. അപ്പം ഞാൻ പൈസ തിരികെ കൊടുത്തിരിക്കും എന്നാണെങ്കിലോ ഐ വിൽ ഹാവ് ഗിവൺ ബാക്ക്. ഗിവിൻ്റെ V3 ഫോം. ഇപ്പോൾ ഹാവ് വരുമ്പോൾ ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഹാവ് എവിടെ വന്നാലും, ഹാസ് ഹാഡ് ഒക്കെ എവിടെ വന്നാലും തൊട്ടുകൂടെ V3 ഫോം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആ പൈസ തിരികെ കൊടുത്തിരിക്കും. ഐ വിൽ ഹാവ് ഗിവൺ അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക്. ഐ വിൽ ഹാവ് ഗിവൺ ബാക്ക് ദാറ്റ് മണി. എപ്പോൾ? ബൈ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള സെൻറ്റൻസുകൾ പെട്ടെന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻ്റായിട്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചയോടെ ഞാൻ ഈ പുസ്തകം എഴുതി തീർന്നിട്ടുണ്ടായിരിക്കും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള അർത്ഥം. എങ്ങനെ എഴുതും? ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. ഇത് ഞാനെന്നുള്ളത് നീയെന്നൊന്നാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഞാൻ അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് പുസ്തകം കംപ്ലീറ്റ് ആക്കുകയില്ല. ഐ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. എന്നാൽ ഞാൻ ചോദിക്കുക, നീ ഈ ബുക്ക് അടുത്ത ആഴ്ചയോടെ കംപ്ലീറ്റ് ചെയ്യുമോ? വിൽ യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. നീ അടുത്ത ആഴ്ചയോടെ ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കില്ലേ എന്നാണെങ്കിലോ വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ട്. യു വിൽ നോട്ട് എങ്ങനെ വരും? യു ഹാവ് റിട്ടൺ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ദിസ് ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. അപ്പം നീ എങ്ങനെ അടുത്ത ആഴ്ചയോടെ ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കുമെന്നാണെങ്കിൽ എങ്ങനെയെന്നുള്ളതിന് ഹൗ ആണ്. ഹൗ വിൽ യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് ബുക്ക് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, എപ്പോൾ, എവിടെ, ഇതൊക്കെ നമുക്ക് അതിനോടൊപ്പം ആഡ് ചെയ്ത് ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് എക്സർസൈസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാനേജർ വരുന്നതിന് മുമ്പ് അവനവൻ്റെ ജോലി ചെയ്തു തീർക്കും. മാനേജർ വരുന്നതിന് മുമ്പ് അവനവൻ്റെ ജോലി ചെയ്തു തീർക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കും. അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, അവർ കടയടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും. ഓക്കെ, അവർ കടയടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ആ പട്ടി കടിക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിയിരിക്കും. ആ പട്ടി കടിക്കുന്നതിന് മുമ്പ് ഞാൻ ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേക്കും അവൾ പുറപ്പെട്ടിരിക്കും. നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേക്കും അവൾ പുറപ്പെട്ടിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാനവിടെ റിപ്ലൈ തരുന്നതായിരിക്കും. തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും ഓർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.